നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ പല ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഹുസ്നയാണ്. ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ? ഒരായത്തിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. വലില്ല അള്ളാഹുവിന് മാത്രമാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. അൽ ഹുസ്ന എന്നാ പറഞ്ഞത് അള്ളാഹിൻ്റെ പേരുകളെ കുറിച്ച്. ഹുസ്ന എന്നുള്ളത് അഹ്സൻ എന്നതിൻ്റെ സ്ത്രീലിംഗാണ്. അൽ അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതെന്നാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതിൻ്റെ സ്ത്രീലിംഗാണ് അൽ ഹുസ്ന. അൽ അസ്മാ എന്നുള്ളത് ബഹുവചനായതുകൊണ്ട് അതിനെ സ്ത്രീലിംഗം കൊണ്ടാണ് വിശേഷിപ്പിച്ചത്. അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അത്യുത്തമമായ നാമങ്ങൾ, ഏറ്റവും നല്ല സംജ്ഞകൾ. ഇത് ആർക്ക് മാത്രമാണ്? വലില്ല, അള്ളാഹുവിന് മാത്രമാണ്. ഒരു വസ്തുവിനും ഒരാൾക്കും ഇങ്ങനെ ഉത്തമമായ പേരുകളില്ല അള്ളാഹുവിനല്ലാതെ. അപ്പോൾ വലില്ല അള്ളാഹുവിന് മാത്രമാകുന്നു അൽ അസ്മാ ഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. ഫദ്ഉഹു ബിഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആഇരന്നോളയും. ഇത് സൂറത്ത് ആറാഫിൽ. വേറൊരായത്തിൽ ഖുൽ ഇദ്ഉല്ലാഹ് അവ ഇദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ച് ദുആഇരന്നാലും അർ റഹ്മാൻ എന്ന് വിളിച്ച് ദുആഇരന്നാലും എങ്ങനെ ഏത് വിളിച്ച് ദുആ ചെയ്താലും ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മാത്രമാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. അപ്പം അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകൾ അത് അവന് മാത്രം എന്ന് പറയാണ് രണ്ടാമത്തെ ആയത്തിൽ. ഇനി മൂന്നാമതൊരായത്തിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ലഹു അവന് മാത്രമാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ. ഇവിടെ ഈ ആയത്തും അറിയിക്കുന്നത് എന്താ? ഏറ്റവും നല്ല പേരുകൾ അള്ളാഹ്ക്ക് മാത്രമാണ്. ഈ ലാമുൽ ഇഖ്തിസാസാണ്. ലഹു എന്ന് പറഞ്ഞില്ലേ, ലില്ല എന്ന് പറഞ്ഞില്ലേ. ഈ ആയത്തുകളിൽ പറഞ്ഞ ലില്ല ലഹു എന്ന് പറഞ്ഞിടത്തൊക്കെയുള്ള ലാമ് അത് ലാമുൽ ഇഖ്തിസാസ്, അള്ളാഹ്ക്ക് പ്രത്യേകമാണ് എന്നാണ് അറിയിക്കുന്നത്. ഈ നാലാമത്തെ ആയത്ത് എന്താ? ഇത് സൂറത്ത് താഹയിൽ നാലാമത്തെ ആയത്ത്. സൂറത്ത് ഹശറിന് ഒടുവിൽ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. ഹുവല്ലാ, അവൻ അല്ലാഹു, അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അവനാകുന്നു സൃഷ്ടാവ്, അവനാകുന്നു രൂപപ്പെടുത്തുന്നവൻ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് മാത്രമാകുന്നു ഏറ്റവും നല്ല പേരുകൾ, ഉത്തമമായ സംജ്ഞകൾ. അത് അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 4 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പം ആ ഉത്തമമായ പേരുകൾ എന്ത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ആ പേരുകൾ എന്തുകൊണ്ട് ഉത്തമമായി എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് ഉത്തമം എന്ന് പറഞ്ഞപ്പോൾ അതിന് ആ പദവി നൽകിയത് എന്ത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അതിനാണ് നമ്മൾ അൽ അസ്മാഉൽ ഹുസ്ന ഓരോന്നോരോന്നായിട്ട് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകൾ വിനിയോഗിക്കുന്നത്. പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹുവിൻ്റെ പേരുകൾ പരിപൂർണമായ ആശയങ്ങളെയും ഉത്തമമായ വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത്. കേവലം പേരുകളല്ല, അർത്ഥമില്ലാത്ത ആശയമില്ലാത്ത പേരുകൾ അള്ളാഹ്ക്കില്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ പേരുകൾക്കൊക്കെ സമ്പൂർണമായ ആശയങ്ങളുള്ള വിശേഷണങ്ങളുണ്ട്. ഇപ്പം അള്ളാഹ്ക്ക് അർ റഹ്മാൻ എന്ന പേരുണ്ട്. ഈ അർ റഹ്മാൻ എന്ന പേര് കേവലം അറബി അക്ഷരങ്ങൾ ചേർത്ത ഒരു കേവല നാമമല്ല. ചില ബിദഈ കക്ഷികൾ അള്ളാഹുവിൻ്റെ പേരുകളെ അർത്ഥമുക്തമാക്കി ആശയത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മഹാതെറ്റാണ്. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വീകരിച്ച പേരുകൾക്ക് അതിൻ്റെതായ അർത്ഥമുണ്ട്. ഇപ്പം അള്ളാഹു അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ
റഹ്മത്ത് നിറഞ്ഞവനാണ് അള്ളാഹു. അതവൻ്റെ സത്തയെ അറിയിക്കുന്നതാണ്. ആ സത്ത അത് റഹ്മത്ത് നിറഞ്ഞ സത്തയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ. അതേപോലെ അള്ളാഹു ഗഫൂർ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ശബ്ദമല്ല, ഒരൊച്ചല്ല. പ്രത്യുത എന്താ? മഗ്ഫിറത്തും ഗുഫ്രാനും, പാപമോചനം ഏറെ നൽകുന്നവനാണ് അള്ളാഹു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഉത്തമമായ നാമങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്തമമായ അവൻ്റെ നാമങ്ങൾ ഉത്തമമായ വിശേഷണങ്ങളെയും അതേപോലെ അർത്ഥങ്ങളെയുമാണ് അത് ഉൾക്കൊള്ളുന്നത്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളിൽ ഒന്ന് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ നമസ്കാരം തുടങ്ങിയിരുന്നത് ഈ ദുആ കൊണ്ടാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും മറ്റുമൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ ഇത് കാണാൻ സാധിക്കും. വേറെയും ദുആകളുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന ദുആ, ദുആഉൽ ഇസ്തിഫ്താഹ്. തക്ബീർ ചൊല്ലിയാൽ, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി അങ്ങനത്തെ ദുആ ചെയ്യാറുണ്ട്. അതേപോലെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ദുആ, ദുആഉൽ ഇസ്തിഫ്താഹായി വന്നിട്ടുണ്ട്. ഇത് എന്ത്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും നിസ്കാരം തുടങ്ങിയപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നിർവഹിച്ച ദുആഉൽ ഇസ്തിഫ്താഹാണിത്. ഇതിൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിനക്ക് സ്തുതി ചൊല്ലുന്നതോടൊപ്പം. അതാണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക. എന്നിട്ട് പറയുന്നത് എന്താ? വതബാരക ഇസ്മുക, അല്ലാഹുവേ നിന്റെ നാമം അനുഗ്രഹപൂർണമാകുന്നു. അള്ളാഹുവിൻ്റെ നാമം അനുഗ്രഹപൂർണ്ണമാകുന്നു, ബർക്കത്ത് നിറഞ്ഞതാകുന്നു. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഖൈർ, ഫضൽ, ശ്രേഷ്ഠത, നന്മ. അപ്പം അള്ളാഹുവിൻ്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ പേരുകൾ അത് നന്മ നിറഞ്ഞ ബർക്കത്ത് മുറ്റിയ പേരുകളാണ്. അപ്പം ആ പേരുകളെക്കുറിച്ച് പഠിക്കുക, ആ പേരുകൾ ചൊല്ലുക, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ധന്യമാണ്, അത് അനുഗ്രഹീതമായ വിഷയം. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കത്തെഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എങ്ങനെ തുടങ്ങുന്നത്? ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ എന്നാണ്. ഞാൻ ഖുർആൻ ഓതുന്നു എന്നാണ്, അല്ലെങ്കിൽ ഞാൻ കത്തെഴുതുന്നു എന്നാണ്. കത്തെഴുതുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് മുഴുവനും ഉപയോഗിക്കണം, മുഴുവനായിട്ട് ഉപയോഗിക്കണം. കത്തെഴുതുമ്പോൾ മുഴുവനായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. ഖുർആൻ ഓതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ ഓതണം. എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ, അതേപോലെ തന്നെ ബിസ്മി ചൊല്ലേണ്ട ഇതര സന്ദർഭങ്ങൾ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധത്തിൻ്റെ തുടക്കത്തിൽ, മന്ത്രിക്കുമ്പോൾ, അതേപോലെ ബിസ്മില്ല ചൊല്ലേണ്ട ഇതര സന്ദർഭങ്ങൾ, അവിടങ്ങളിൽ ബിസ്മില്ല ചൊല്ലിയാൽ മതി, ബിസ്മില്ല. എന്നാലും അർത്ഥം എന്താ? ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ബർക്കത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ വെള്ളം കുടിക്കുന്നു, അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ബർക്കത്തിൽ പറയുന്നത്? ആ നാമത്തിൻ്റെ പ്രത്യേകതയാണത്. എല്ലാവരും പേര് പോലെയല്ല, നമ്മളെന്നും പേര് പോലെയല്ല, ഒരു മഖ്ലൂക്കിൻ്റെയും പേര് പോലെയല്ല. അള്ളാഹുവിൻ്റെ ഖാലിഖായ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പേരുകൾ അത് ഹുസ്നയാണ്, അത്യുത്തമമാണ്, അത് ബർക്കത്തുള്ളതാണ്, നന്മ നിറഞ്ഞ ശ്രേഷ്ഠത നിറഞ്ഞ നാമങ്ങളാണ്. അതുകൊണ്ട് ആ നാമങ്ങൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയും ചില ആളുകൾ കത്തെഴുതുമ്പോൾ എന്താ എഴുതുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്നതിന് പകരം
കത്തിൽ 786 എഴുതും, 786 അങ്ങനെ കത്ത് എഴുതും. ബിസ്മി എഴുതേണ്ടടുത്ത് പലയിടത്തും മുസ്ലിമീങ്ങൾ 786 ഉപയോഗിക്കും. കാരണം എന്താ? അള്ളാൻ്റെ നാമം എന്ത് പലർക്കും ആ നാമം പറയുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും എന്ത് അത് ആളുകൾക്കറിയില്ല. പിശാച് ഓതിയ മന്ത്രത്തിൽ പലരും എന്ത് ചെയ്ത് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ, അനാചാരങ്ങളിൽ, അന്യ സംസ്കാരങ്ങളിൽ കൂപ്പുകുത്തി. അതുകൊണ്ട് തന്നെ പണ്ഡിത വേഷധാരികൾ മുതൽ പാമര ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പലരും ബിസ്മില്ലാ എന്നതിന് പകരം 786 സായുജ്യമടയുന്ന ഒരു ദുരന്തം ഉണ്ടായത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്നുള്ളതാണ്. അത് അത്യുത്തമമാണ്, അത് അനുഗ്രഹീതമാണ്, അത് നന്മ നിറഞ്ഞതാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനാണ് ഈ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് അനുഗ്രഹീതമാണ്, അർത്ഥവത്താണ്, അത്യുത്തമമാണ് എന്നതറിയിക്കുവാൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അസ്സവായിഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്താ? ഒരാൾ ഒരു ഖുർആൻ ഓതി, ഒരായത്ത് ഓതി. ഒരാറാബിൻ്റെ മുമ്പിലാണ് ഖുർആൻ ഓതിയത്. എന്താ ഓതിയതെന്നറിയാമോ? വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ്. ഇങ്ങനെ ഓതി. ഇതുവരെ ആയത്ത് ശരിയാണ്. എന്നിട്ട് ഓതിയത് വല്ലാഹു ഗഫൂറുർ റഹീം എന്നാണ്. അവിടെ അല്ലാഹു ഗഫൂറുർ റഹീം എന്നല്ല, ഇയാൾ തെറ്റി ഓതി. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ. എന്താ ആയത്ത് അർത്ഥം പറയുന്നത്? മോഷ്ടിച്ച ആണ് പെണ്ണ്, അവരുടെ കൈകൾ നിങ്ങൾ ഛേദിക്കുക. അതാണ് അള്ളാഹു പറയുന്നത്. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ്. അവർ ചെയ്തതിനുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമായി അവരുടെ കൈകൾ ഛേദിക്കാൻ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് ഓതിയ വ്യക്തി തെറ്റി ഓതി പറഞ്ഞു വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ആറാബിക്ക് ഈ ആയത്ത് അറിയില്ല. പക്ഷെ ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോൾ ആറാബി പറഞ്ഞു ലൈസ ഹാദാ കലാമുള്ള, ഇതൊരിക്കലും അള്ളാഹിൻ്റെ കലാമല്ല, ഇതൊരിക്കലും അള്ളാഹുവിൻ്റെ കലാമല്ല. അപ്പോൾ ഓതിയ വ്യക്തി ആറാബിയോട് അത്തക്ദിബ് കലാമില്ല, അള്ളാഹുവിൻ്റെ ഖുർആനാണ് ഞാൻ ഓതിയത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിനെ, ഖുർആനിനെ കളവാക്കുകയോ? അപ്പം ആറാബി ഇല്ല, ഞാൻ കളവാക്കിയിട്ടില്ല, പക്ഷേ ലൈസ ഹാദാ കലാമുള്ള, നിങ്ങൾ ഈ ഓതിയത് അള്ളാഹിൻ്റെ കലാമല്ല. അത് ആറാബി പറഞ്ഞു. നിങ്ങൾ ഈ ഓതിയത് വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് അവസാനത്തിൽ ഓതിയത് ഒരിക്കലും അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന് ആറാബി തിട്ടം പറഞ്ഞു, തീർത്തു പറഞ്ഞു. അപ്പം ഈ വ്യക്തി എന്ത് ചെയ്ത് ഹിഫ്ള് പുനഃപരിശോധിച്ച്, താൻ ബൈഹാർട്ടായിട്ട് ഓതിയത് അത് പുനഃപരിശോധിച്ച്. അപ്പം നോക്കുമ്പോൾ എന്താ അവസാനം വല്ലാഹു അസീസുൻ ഹക്കീം എന്നാണ്. വല്ലാഹു അസീസുൻ ഹക്കീം. വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹക്കീം. അതാണ് ആയത്തിൻ്റെ അവസാനത്തിലുള്ളത്. ആറാബി പറയാണ് അല്ലാഹു അസ് ഫഹകമ ഫഖത വലൗ ഗഫറ വറഹിം ലമാ ഖത. അല്ലാഹു അസീസാണ്, എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്ന, ആർക്കും അതിജയിക്കാൻ കഴിയാതെ ജയിച്ചു നിൽക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവെട്ടാൻ പറഞ്ഞത്, അങ്ങനെ വിധിച്ചത്. അള്ളാഹു ഗഫൂറുർ റഹീമുമായിരുന്നുവെങ്കിൽ അള്ളാഹു കൈവെട്ടുമായിരുന്നില്ല, അള്ളാഹു പുറത്തു കൊടുക്കുക ചെയ്യുക. അപ്പോൾ അള്ളാഹു കൈവെട്ടാൻ പറഞ്ഞു കട്ടവൻ്റെ, ആണായാലും പെണ്ണായാലും. അത് അവർ ചെയ്ത തെറ്റിനുള്ള കൂലിയും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു
ഗഫൂർ റഹീം എന്ന് ഒരിക്കലും പറയില്ല. അള്ളാഹു പറയാ അസീസുൻ ഹക്കീം എന്നാണ്. ഇതാണ് ആറാബി തിരുത്തി കൊടുത്തത്. ആറാബി തിരുത്തിയത് ശരിയാണ്. ഇവിടെ നമ്മുടെ വിഷയം എന്താ? വിഷയം അള്ളാഹുവിന് അസീസ് ഹക്കീം എന്ന പേരുകൾ അതിന് അർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ്. അതുകൊണ്ടാണ് ആറാബി എന്ത് ചെയ്തത്? തിരുത്തിയത്. ഗഫൂറുൻ റഹീം എന്നുള്ളതിനും അർത്ഥമുണ്ട്. ആ അർത്ഥമുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അത് സ്യൂട്ടബിൾ അല്ല, യോജിച്ചതല്ല എന്ന് ആറാബി പറഞ്ഞിട്ട് തിരുത്തിയത്. അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ കേവലം നാമങ്ങളല്ല, അർത്ഥവത്തായ നാമങ്ങളാണ്, ആശയസമ്പുഷ്ടിയുള്ള നാമങ്ങളാണ്, അവ അനുഗ്രഹീതമായ നാമങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.